ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സജൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. എൻ്റെ മോളെ സെക്കൻഡ് ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ഒക്ടോബർ 15-ന്. ഇതായി വരുന്ന കുട്ടിയുണ്ടല്ലോ, അവളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനുള്ള മടി കാരണം ഇത്രയും ദിവസം അപ്ലോഡ് ചെയ്യാതിരുന്നതാണ് കേട്ടോ. അപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞ് ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിട്ട്, അപ്പോൾ അതിൻ്റെ ദിവസത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു കുഞ്ഞു വ്ളോഗാണ്. ഒത്തിരി വലിയ സെലിബ്രേഷനൊന്നും അല്ല കേട്ടോ. നമ്മളെ വീട്ടിലുള്ളവർ മാത്രമായിട്ട് ഒരു കുഞ്ഞ് കേക്കൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. നമ്മൾ എപ്പോഴും ബർത്ത്ഡേ സെലിബ്രേറ്റ് ഒന്നും ചെയ്യാറില്ല കേട്ടോ. നമ്മൾ തന്നെ വീട്ടിൽ ചിലപ്പോൾ കേക്കൊക്കെ വാങ്ങിച്ചിട്ട് കട്ട് ചെയ്യും. ഇതിപ്പോൾ ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയ കേക്കാണ് കേട്ടോ. ഈ ബാർബി കേക്ക് നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കാം. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. നമ്മുടെ കുട്ടികളുടെ ബർത്ത്ഡേക്ക് നമുക്ക് തന്നെ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കുമല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ. കഴിഞ്ഞ വ്യാഴാഴ്ച ആണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്കാക്ക് ലീവായിരുന്നു, ബർത്ത്ഡേക്ക് ആയതുകൊണ്ട് ലീവ് എടുത്ത്. അതേപോലെ മോൾക്ക് സ്കൂളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഉൾപ്പെടുത്തിയുള്ള ഒരു ചെറിയ വ്ളോഗാണ്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. രാവിലെ ഇപ്പം ഏകദേശം 7 മണി കഴിഞ്ഞ്, ഇപ്പോൾ 7:15 ആവാനായിരിക്കണം ഞാൻ എഴുന്നേൽക്കുന്ന ടൈമിൽ കേട്ടോ. കാരണം മോൾക്ക് സ്കൂളുണ്ട് 7:50-ന്. അപ്പോൾ അതുകൊണ്ട് അവളെ വിളിച്ച് എഴുന്നേൽപ്പിക്കാന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എഴുന്നേൽക്കൊക്കെ ചെയ്യും. കാരണം ഉച്ചക്കൊക്കെ കുറച്ച് നേരം ഉറങ്ങുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും മടിയൊന്നുമില്ല കേട്ടോ ക്ലാസ്സിലിരിക്കാൻ. അപ്പോൾ അവളെ 7:15 ആകുമ്പോഴാണ് ഞാൻ വിളിക്കാറ്. അപ്പോൾ അവളെ വിളിച്ച് എഴുന്നേൽപ്പിച്ചിട്ട് ഞാൻ അവളെ ക്ലാസ്സിന് വേണ്ടിയിട്ട് കുളിക്കാനൊക്കെ വിട്ടേക്കാണ്. ആ ടൈമിൽ ഞാനിവിടെ ചായ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധാരണ ഞാൻ 6 മണിക്ക് എഴുന്നേൽക്കും, ഇക്കാക്ക് ഡ്യൂട്ടിയൊക്കെ ഉള്ള ടൈമിൽ കേട്ടോ. കാരണം 7 മണിക്കാണ് ഓഫീസിൽ പോകേണ്ടത്. അപ്പോൾ ഇന്ന് ലീവ് ആയതുകൊണ്ട് തന്നെ ഞാൻ 7:15 ആകുമ്പോൾ എഴുന്നേച്ചിട്ടുള്ളൂ. ജസ്റ്റ് ചായക്ക് വെച്ചിട്ടുണ്ട്. ആയുഷുവിൻ്റെ കുളിയും മാറ്റലും എല്ലാം കഴിഞ്ഞിട്ട് അവൾ ഓൾറെഡി ക്ലാസ്സിൽ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7:50 ആകുമ്പോൾ ക്ലാസ് തുടങ്ങിയിട്ടുണ്ടാവും. 10 മിനിറ്റ് അസംബ്ലിയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 8 മണിക്ക് ക്ലാസ് തുടങ്ങും. അപ്പോൾ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ ടൈമിൽ കഴിക്കാറില്ല, ബ്രേക്ക് ടൈമിലാണ് കഴിക്കാറ് കേട്ടോ. അപ്പോൾ ഓരോ പീരീഡിൻ്റെ ഇടയിലും 20 മിനിറ്റ് ബ്രേക്ക് ടൈം ഉണ്ടാവലുണ്ട്. അപ്പോൾ ആ ടൈമിലാണ് അവൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറ്. അപ്പോൾ ഈ ടൈമിൽ ഞാനിവിടെ ചായയും ബിസ്ക്കറ്റും മാത്രം വെച്ച് കൊടുക്കുള്ളൂ, വിശന്നിരിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഓൺലൈൻ ക്ലാസ് ആണെങ്കിലും ഇവിടെ ക്ലാസ്സിലിരിക്കാൻ യൂണിഫോം മസ്റ്റാണ് കേട്ടോ. അപ്പോൾ സാധാരണ എന്താ ചെയ്യാറ് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ ഷർട്ട് ഇട്ട് കൊടുക്കും, താഴെ സ്കേർട്ടാണ്, അതിട്ട് കൊടുക്കാറില്ല. കാരണം വീഡിയോയിൽ കാണൂല എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ കുട്ടികളും ഇങ്ങനെയൊക്കെ ആയിരിക്കും, വെറുതെ സ്കേർട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ, കാണൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഷർട്ടാണ് ഇട്ട് കൊടുക്കാറ്. അപ്പോൾ അവളിവിടെ ക്ലാസ്സിൽ ഇരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ആ ഭാഗമൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല, കാരണം വളരെ ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളൂ. വീഡിയോയിൽ കാണിക്കുമ്പോൾ അത്ര സത്യം പറഞ്ഞാൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതൊന്നും വീഡിയോയിൽ കാണിക്കാത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവരിവിടെ ബലൂണൊക്കെ ജസ്റ്റ് ഒന്ന് വീർപ്പിച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് റൂം. കുറച്ചധികം ബലൂൺ ഉള്ളത് കൊണ്ട് തന്നെ വീർപ്പിക്കാനുള്ള മടി കൊണ്ട് നമ്മൾ കാറ്റടിക്കുന്ന യന്ത്രം ഉണ്ടല്ലോ, നമ്മൾ സൈക്കിളിനൊക്കെ കാറ്റടിക്കുന്നത്, അപ്പോൾ അത് വെച്ചിട്ട് ഞാനിതാ ബലൂണ് വീർപ്പിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് അത് എടുത്തുകൊണ്ട് വന്നതാണ്. അപ്പോൾ എന്നോട് അത് വീഡിയോയിൽ കാണിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഇല്ല നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുത്തതാണ്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വെച്ചിട്ട് കാറ്റടിച്ചിട്ടും ബലൂണിൽ കാറ്റ് നിറഞ്ഞില്ല. അപ്പോൾ നമ്മൾ സാധാരണ കാറ്റടിക്കുന്ന സാധനം ഉണ്ട് ബലൂണിൻ്റെ, അപ്പോൾ അത് കാണാത്തതുകൊണ്ടാണ് ഇത് വെച്ചിട്ട് ചെയ്ത് നോക്കിയത്. പക്ഷെ ഇത് വെച്ചിട്ട് കാറ്റ് വരുന്നതെന്നല്ലാതെ ബലൂണിലൊന്നും നിറയുന്നുണ്ടായില്ല. അപ്പോൾ എന്നോട് ഇത് വീഡിയോയിൽ ഇടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനും ചുമ്മാ നിട്ടുന്നേ ഉള്ളൂ. അപ്പം അത് വെച്ചിട്ട് ബലൂണ് വീർപ്പിക്കാനൊന്നും പറ്റാത്തത് കൊണ്ട് നമ്മുടെ ബലൂണ് വീർപ്പിക്കുന്ന സാധനം ഉണ്ടല്ലോ, അത് തപ്പി കണ്ടുപിടിച്ച്, അപ്പോൾ അത് സ്റ്റോർ റൂമിലുണ്ടായിരുന്നു. അപ്പോൾ അത് കിട്ടിയപ്പം അത് വെച്ചിട്ട് ബലൂണ് വീർപ്പിക്കുകയാണ്. ഒത്തിരി ഡെക്കറേഷൻ ഒന്നും ചെയ്യുന്നില്ല, കുറച്ച് ബലൂണ് വീർപ്പിച്ചിട്ട് വെക്കുന്നുണ്ട്. അതേപോലെ ജസ്റ്റ് ഒരു ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നുണ്ട്. 2-3 ബലൂൺ ഓൾറെഡി പൊട്ടിയിട്ടു, അതാണ് ഈ സൈഡിലൊക്കെ കാണുന്നത്. വീർപ്പിച്ചിട്ട് വലിപ്പം കൂടിപ്പോയിട്ടൊക്കെ പൊട്ടിയതാണ്. 2 എങ്ങാണ്ട് പൊട്ടി തോന്നുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ ബർത്ത്ഡേൻ്റെ സ്റ്റിക്കറൊക്കെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ റൂം മൊത്തമായിട്ടുള്ള ഹോം ടൂർ ഞാൻ ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. ഇൻഷാ അല്ലാ ഒരു പ്രാവശ്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മോളെ ബർത്ത്ഡേ നമ്മൾ ഫസ്റ്റ് ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ യൂട്യൂബിൽ. അത് നമ്മുടെ പഴയ റൂമിൽ വെച്ചിട്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ പുതിയ റൂമിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 3 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഫുഡ് ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തിട്ടൊക്കെ വെച്ച് അങ്ങനെ സംഭവമാക്കിയിട്ടൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സാധാരണ ഒരു മന്തിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് മന്തി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്. 10 മിനിറ്റിൽ കുക്കറിൽ ഉണ്ടാക്കിയ മന്തിയല്ല, അല്ലാതെ വേറൊരു രീതിയിൽ ഞാൻ മന്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കും. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അതിൻ്റെ കൂടെ പായസം വെച്ചിട്ടുണ്ടായിരുന്നു, പാലട പ്രഥമനാണ് വെച്ചത്. അപ്പോൾ അതും ജസ്റ്റ് കുറച്ച് കോളയും എടുത്തിട്ടുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ രണ്ടുപേരും വളരെ കുറച്ച് മാത്രം ഫുഡ് കഴിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി നിറച്ചിട്ട്
ടേബിളൊക്കെ നിറച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ വേസ്റ്റ് ആയിട്ട് പോവുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് ലൈറ്റായിട്ട് മാത്രമേ ഫുഡ് ഉണ്ടാക്കിയിട്ടുള്ളൂ. നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഇനി നമ്മൾ കേക്കൊക്കെ ഒന്ന് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ ആ ടൈമിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നതാണ്. അപ്പോൾ അത് രണ്ടുപേരും ഭയങ്കര പോസിങ്ങിലൊക്കെയാണ് കേട്ടോ. ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞാൽ പിന്നെ പോസിങ്ങിനൊന്നും ഒരു കുറവുമില്ല. അപ്പോൾ അത് ആയുഷിൻ്റെ ഒരു ഫ്രണ്ടും കൂടി വന്നിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യുന്ന ടൈമിൽ. അപ്പോൾ ഞാനിവിടെ കേക്ക് ഇപ്പോൾ കൊണ്ടുവച്ചിട്ടില്ല, കാരണം അതിൽ കൈയിട്ടിട്ട് കൊളാക്കുന്ന കാര്യം എനിക്ക് ഉറപ്പായതുകൊണ്ട് തന്നെ അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ നേരത്ത് കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് മിഠായി വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ബാർബി കേക്കും കൂടി കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കേക്ക്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി കേക്ക് കട്ട് ചെയ്യാം. അപ്പോൾ അതിന് മുമ്പായിട്ട് 2 മെഴുകുതിരി വാങ്ങിച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് കുത്തി വെക്കാമെന്ന് വിചാരിച്ചു. കാരണം 2ാമത്തെ ബർത്ത്ഡേ ആണല്ലോ. അപ്പോൾ വേറെ എവിടെയും വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് അതിൻ്റെ മുകളിൽ തന്നെ 2 മെഴുകുതിരി ജസ്റ്റ് ഒന്ന് കുത്തി വെക്കാണ്. അപ്പോൾ നമുക്കൊന്ന് ഈ മെഴുകുതിരി ഒന്ന് കത്തിച്ചിട്ട് വെച്ചിട്ട് നമുക്കൊന്ന് കേക്ക് കട്ട് ചെയ്താലോ. നമ്മുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ കുറച്ച് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട് താഴത്തെ ഫ്ലാറ്റിൽ, അതേപോലെ നമ്മുടെ അടുത്തുള്ള നെയ്ബേഴ്സിനൊക്കെ ഒന്ന് കൊണ്ടു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ കേക്കും സ്വീറ്റ്സൊക്കെ. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ബർത്ത്ഡേയുടെ വ്ളോഗ്. അപ്പോൾ അത് കഴിഞ്ഞ് ഏകദേശം കേക്ക് കട്ടിങ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ വരുമ്പോഴേക്കും ഏകദേശം 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ രാത്രിത്തെ ഫുഡ് പുറത്തുനിന്ന് കഴിക്കാമെന്നുള്ള പ്ലാൻ ആയതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല. കുറേ നേരം ചുമ്മാ ഇരിക്കുകയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണ് എൻ്റെ കേക്കിൻ്റെ പൂർണ്ണ രൂപം കേട്ടോ. അപ്പോൾ റെസിപ്പി വേണ്ടവരൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പുറത്ത് പോകാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സഫാരി മാളുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്താണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുകളിലൊരു പത്തായെന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡൊക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, നല്ല നാടൻ ഫുഡാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ള പ്ലാനിൽ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. നമ്മുടെ റൂം ഇരിക്കുന്നത് 2nd ഫ്ലോറിലാണ്. അപ്പോൾ അതാ ജസ്റ്റ് താഴോട്ട് ഇറങ്ങാണ് ലിഫ്റ്റിൽ. അപ്പോൾ ഏകദേശം 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടാവും എല്ലാ സ്ഥലത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ ഇറങ്ങിയാൽ മതി എന്ന് വിചാരിച്ചിട്ട് ഏകദേശം 10:15 കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ തന്നെ. അപ്പോൾ അതാ നമ്മളിവിടെ സഫാരി മാളിലെത്തി ജസ്റ്റ് അകത്തോട്ട് കയറാണ്. അപ്പോൾ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഈ ഭാഗത്തൊന്നും. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ നല്ല തിരക്കായിരിക്കും കേട്ടോ. കാരണം ഇവിടെ വ്യാഴാഴ്ചയൊക്കെ നല്ല ഓഫർ ഉണ്ടാവാറുണ്ട്. വ്യാഴാഴ്ച, വെള്ളിയാഴ്ച, ശനിയാഴ്ച 3 ദിവസം നല്ല ഓഫർ ഉണ്ടാവാറുണ്ട് കേട്ടോ. എല്ലാ വീക്കെൻഡിലും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഹൈപ്പർ മാർക്കറ്റൊക്കെ നല്ല തിരക്കുണ്ടാവും. അപ്പോൾ നമ്മളിതാ മാസ്ക് ഒക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഈ സൈഡിൽ കൂടെ പോകുന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ട് ജസ്റ്റ് ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ആ ടൈമിൽ മോള് സോഫയിൽ നിന്നിട്ട് നല്ല കളിയാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ എടുത്തിട്ടൊക്കെ ഭയങ്കര കളിയായിരുന്നു. അപ്പോൾ ഫുഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര വെറുപ്പിക്കലാണ് കേട്ടോ. ഓള് ബേബി സീറ്റിലൊന്നും ഇരിക്കത്തും ഇല്ല. അതേപോലെ ടേബിളിലൊക്കെ കയറിയിട്ട് എല്ലാത്തിലും കൈയൊക്കെ ഇടും. അപ്പം അതേപോലെ തന്നെ ഫുഡ് കൊണ്ടുവന്ന ടൈമിൽ തന്നെ കറിയിൽ കൊണ്ട് കൈയിട്ട് കറിയൊക്കെ ആകെ അലങ്കോലാക്കുകയും ചെയ്യും. അവളെ കൈയൊക്കെ പൊള്ളുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഫുഡ് വന്ന ടൈമിൽ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം കറി കൊണ്ടുവന്ന് വെച്ച പാടന്നെ അവൾ അതിൽ കൈയിട്ട് ആകെ പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് ബാക്കി ഞാൻ ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ജസ്റ്റ് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇനി പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗം എടുക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. കാരണം കൈയൊക്കെ പൊള്ളിയപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയി. അപ്പോൾ പിന്നെ ക്യാമറയിലൊന്നും നോക്കാനൊന്നും പറ്റിയില്ല, വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾ ജസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയിട്ടോ. അപ്പോൾ അതാ ഇവിടെയൊക്കെ നല്ല കാലിയാണ് കേട്ടോ, മുകൾ ഭാഗത്താണ് നമ്മളുള്ളത്. അപ്പോൾ അവിടെയൊക്കെ നല്ല കാലിയായിട്ട് ഇരിക്കാൻ ഇതേപോലെ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങിയപ്പം ജസ്റ്റ് ഇതേപോലെ ഒരുപാട് ചെടികളൊക്കെ വിൽക്കുന്നത് കണ്ടു കേട്ടോ. നല്ല ഓഫറിലുണ്ടായിരുന്നു സഫാരിൻ്റെ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ. കരിവേപ്പില, അലോവേര, അതേപോലെ നമുക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ ചെടികളും ഉണ്ടായിരുന്നു കേട്ടോ. അതേപോലെ മീനുകൾ, മുയൽ, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതേ ഉള്ളൂ. നമ്മൾ വാങ്ങിച്ചിട്ടൊന്നുമില്ല, കാരണം എൻ്റെ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ ബാൽക്കണി ഒന്നും ഇല്ല കേട്ടോ. പഴയ ഫ്ലാറ്റിൽ ബാൽക്കണി ഉണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ട് തന്നെ വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ അതാ ഒരു കുഞ്ഞ് മുയലൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വ്ളോഗ് ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമൊക്കെ പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ്, അതിൻ്റെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടണിൽ ഓൾ എന്ന് വേണം സെലക്ട് ചെയ്യാനായിട്ടും, എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അതേപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. താങ്ക്